നേപ്പാളിലെ മലയാളിയായ ബോബി നമ്മുടെ ശാന്തിയുടെ എല്ലാമായ നമ്മുടെ ഉമാ മാഡത്തിന്റെ ഒപ്പം നേപ്പാളിലെ വളരെ യാദൃശ്യമായിട്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് നാട് വിട്ടത് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം നേപ്പാളിലെത്തി. കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ ആരുടെയൊക്കെ നിയോഗം പോലെ ഇന്നും ഈ നേപ്പാളിൽ നിന്നും കുറച്ച് കുട്ടികളെ കൊണ്ട് ഇനി ഞാൻ നാടുവിട്ട അതേ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ പ്രചോദനമായിട്ട്, അതിന് ഒരു ബേസായിട്ട്, അതിനെല്ലാത്തിനും കാരണമായിട്ട് നമ്മുടെ ഒരു APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ സ്കൂൾ അട്ടപ്പാടിയിൽ നന്നായിട്ട് ശോഭിച്ച് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ എല്ലാമായ ഉമാ മാഡത്തിനെ യാദൃശ്യമായിട്ട് കണ്ടപ്പോ ആ നേപ്പാളിന്റെ ഒരു ചരിത്രം അട്ടപ്പാടിയിൽ സൃഷ്ടിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ഒരു നിമിത്തം പോലെ ഇപ്പോൾ അത് നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് അബൌട്ട് ഫ്യൂച്ചർ. ഭാവിയിൽ എന്താവുമെന്ന് എന്നറിയില്ല. എങ്കിലും ഞങ്ങളൊക്കെ കൊളുത്തി വെക്കുന്ന നേപ്പാളിൽ നിന്നും ഇനി നമ്മൾ തുടങ്ങുന്ന ആ പ്രചോദനവും ആ കെടാവിളക്കായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉമാ മാഡം ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ഉമാ മാഡം കറക്റ്റ് നേപ്പാളിൽ എന്നെ തേടി എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതൊക്കെ സംഭവിക്കുന്നത്. ഹു ക്യാൻ പ്രെഡിക്റ്റ്? നോബഡി ക്യാൻ. അപ്പോ കാലം എല്ലാത്തിനും സാക്ഷിയായിട്ട് സ്കൂളിലേക്ക് കുറച്ച് നേപ്പാളി പിള്ളേർ ഇവിടുന്ന് പോകും. ഭാവിയിൽ ഒരുപാട് നേപ്പാളികൾ അങ്ങോട്ട് പോകും. ഈ ബന്ധം ഞങ്ങൾ അങ്ങനെ അങ്ങ് തുടരും. അതെ, ഇന്തോ നേപ്പാൾ ബന്ധം, ഇന്തോ നേപ്പാൾ എല്ലാം അങ്ങോട്ട് ഭാവിയായിട്ട് തുടരും. അപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ നേപ്പാളിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമാ മാഡം അതിന് മുൻകൈ എടുത്തു. എല്ലാം പിന്നെ സംഭവിച്ചെല്ലാം പിന്നെ ചരിത്രം എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്താം. സുവർണ ലിപികളിൽ രേഖപ്പെടുത്താൻ പറ്റിയ കഥകൾ ഇനി നേപ്പാളിൽ നിന്നും അട്ടപ്പാടിയിൽ സൃഷ്ടിക്കപ്പെടും. അപ്പൊ ഉമാ മാഡത്തിന് 1000 താങ്ക് യു സോ മച്ച്. മാഡം ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മാഡത്തിന്റെ സഹപ്രവർത്തകരെല്ലാം ഇത് ഇവിടെ ഉണ്ട്. കുന്നംകുളംകാരൻ അപ്പോ സുബിൻ ഇവിടെ ഉണ്ട്. ഇത് ജിതിൻ അട്ടപ്പാടിക്കാരനാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ അട്ടപ്പാടിയിൽ നിന്നാണ് നാട് വിട്ടത്. ഞാൻ 27ാമത്തെ വയസ്സിൽ നാട് വിട്ടതാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തിക്കുന്നത്. അതേ അട്ടപ്പാടിക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് നോബഡി നോസ് വാട്ട് ഈസ്. അപ്പൊ ഇവിടെ നമ്മുടെ APJ അബ്ദുൽ കലാം സ്കൂളിലെ ഒരു അധ്യാപകനുണ്ട്. അതും ഞാൻ അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു. പിന്നെ നമ്മുടെ വേറൊരു മാഡം ഉണ്ട്. ഇത് ശാന്തിയുടെ എല്ലാമായിട്ട് ഒരു 20 വർഷം ശാന്തിയുടെ എന്താ പറയാ വിളക്ക് തെളിയിച്ചുകൊണ്ട് തുടരുന്ന ഒരു മാഡം. അപ്പൊ ഇത് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഞങ്ങള് നേപ്പാളിൽ ഇപ്പൊ കണ്ടതുപോലെ ഇനി അട്ടപ്പാടി കാണും. നേപ്പാളിലെ കുറെ കുട്ടികൾ അവിടെ പഠിക്കും. നേപ്പാളിൽ നിന്ന് കുറെ പേരെ പോകും. ബന്ധങ്ങൾ അങ്ങനെ തുടരും. അപ്പൊ താങ്ക് യു സോ മച്ച് മാഡം. നമുക്ക് ഇനിയും കാണാം. എല്ലാം കാലം സാക്ഷിയാവട്ടെ.